ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതാ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അയില മീനാണ്. അപ്പോൾ അതൊക്കെ നന്നാക്കിയിട്ടുണ്ട്. ഇനി നല്ലോണം കല്ലുപ്പ് വെച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. മീൻ വാങ്ങിയിട്ട് കല്ലുപ്പ് വെച്ച് കഴുകിയെങ്കിലുള്ളൊരു സമാധാനം കിട്ടുക. അപ്പോൾ ആദ്യം ഒന്ന് കല്ലുപ്പ് വെച്ചിട്ട് നല്ലോണം നിന്നിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കും കേട്ടോ. അതിൻ്റെ ആ ഉളുമ്പമാണോ അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പിന്നെ നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആണ് കേട്ടോ, ഗ്ലൈസിങ് തിളങ്ങും അങ്ങനെ മീൻ. അപ്പോൾ അയില ആയതുകൊണ്ട് തന്നെ ഞാൻ 2-3 അയിലേൻ്റെ തല എടുത്തിട്ടുണ്ട്. 4 അയിലാണ് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഒരയിലേൻ്റെ തല എടുത്തില്ല, ബാക്കി എല്ലാത്തിനും തല എടുത്തിട്ട് അതിൻ്റെ അകത്തത്തെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മീനൊക്കെ ഒന്ന് കഴുകിയാണ്. അപ്പം 2 ദിവസം കഴിഞ്ഞു തോന്നുന്നില്ലേ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇത് ഇന്നത്തെ അല്ല, കഴിഞ്ഞ 2 ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മീനൊക്കെ റെഡിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് കറി ഉണ്ടാക്കുകയാണ്. പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയിരുന്നത് മത്തൻ്റെ ഇലയാണ് കേട്ടോ. മത്തൻ്റെ ഇല താളിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചോറ്, പിന്നെ അത് രാവിലത്തെ പുട്ടാണ് കേട്ടോ. പിന്നെ പുട്ടരിക്ക് ഉണ്ടാക്കിയ കറിയാണ് ഇട്ടത്. മത്തൻ്റെ ഇല ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നതായിരുന്നു. അപ്പോൾ അത് മത്തൻ്റെ ഇല താളിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും എന്താണെങ്കിലും മുരിങ്ങ ആയാലും ചീര ആയാലും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുന്ന ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും കാണിക്കണില്ല, കാരണം എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ പൊട്ടി വന്നപ്പോൾ കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ഒരു സവോളേൻ്റെ പകുതി ചേർത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കരിഞ്ഞ് വെച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് സവോള ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. മല്ലി ചേർക്കാറില്ല കേട്ടോ, ഞാൻ മീൻകറി വയ്ക്കുമ്പോൾ മല്ലി ഇടലില്ല. പൊടികൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കും. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 2-3 സെക്കൻഡോളം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. എന്നിട്ടേ ഉള്ളൂ ഞാൻ പിന്നെ വേറെയുള്ള പരിപാടി ചെയ്യാം കേട്ടോ. അപ്പോൾ പൊടികൾ നന്നായി മൂപ്പിച്ചതിന് ശേഷം വാളംപുളിയാണ് ഒഴിച്ചു കൊടുത്തത്. നമ്മളെ കുടംപുളി തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വാളംപുളി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കണം. പിന്നെ തക്കാളി ഞാൻ നേരത്തെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പുളിയും കൂടെ ഒഴിച്ചതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുത്തത് കേട്ടോ. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ തിളച്ച കറിയിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കറി നല്ലോണം ഉണ്ടാക്കണം. എന്താണെന്നറിയോ, കപ്പ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ നമ്മൾ കപ്പയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ആകെ അലങ്കോലമായി കിടന്നിരുന്നു കേട്ടോ. അപ്പോൾ കപ്പയൊക്കെ ഞാൻ കഴുകിയിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചു. ആ ഒരു സമയം കൊണ്ട് നമ്മളെ കിച്ചൻ്റെ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടു, വേസ്റ്റൊക്കെ മാറ്റിയിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ടു കേട്ടോ. അപ്പോൾ മീൻകറി ഒരടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മൾ കുക്കറിൽ കപ്പ വേവിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, കപ്പേൻ്റെ കൂടെ മീൻ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് അധികം കറി ആക്കിയിട്ടുള്ളത്. പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഒന്ന് കറി വറ്റി വരണം, എന്നിട്ടേ ഉള്ളൂ തീ ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ മീൻ കറീൻ്റെ. എല്ലാം പറയാം, നല്ല അടിപൊളി മണമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനെപ്പോഴും പറയല്ലേ, കപ്പയും മീൻ കറി എൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മൾ കപ്പയൊക്കെ വെന്തു, മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത്. എന്നിട്ട് അതൊരു ഓട്ടപാത്രത്തിലേക്ക് ഇട്ടു. അതിൽ വെള്ളമൊക്കെ പോയതിന് ശേഷം പിന്നെ ഞാൻ കുക്കറിലേക്കാണ് ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നല്ല കപ്പയാണ് കേട്ടോ, നല്ല എന്താ പറയുക, നല്ല പൊടിയുള്ള കപ്പ എന്നൊക്കെ പറയും ഞങ്ങൾ. അപ്പോൾ നല്ല അടിപൊളി കപ്പയാണ്. ഇനിയിപ്പോൾ നമ്മുടെ മീൻ കറിയും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മീൻ കറിയും കൂടെ ഇറക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ ചോറുണ്ണണം. ഇന്ന് ഇത് വർക്കുള്ളൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. വർക്കുള്ള ദിവസം വർക്ക് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ മീനും കപ്പയും കൂടെ വാങ്ങി വന്നത്. എന്നിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അന്ന് കറക്റ്റ് ഉച്ച സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഏതായാലും കപ്പയും ഇതൊക്കെ ഉണ്ടാക്കുകയാണല്ലോ, അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ട് ഫുഡ് കഴിക്കാമെന്നുള്ളതിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനേതായാലും കുറച്ച് ചോറ് എടുക്കണ്ട. എനിക്ക് കപ്പ ഉണ്ടെങ്കിൽ അങ്ങനെ മീൻ കറിയും കപ്പയും കഴിക്കുന്നതിന് കൂടെ തന്നെ കുറച്ച് ചോറും കൂടി എടുക്കണം. അതിൻ്റെ ഒരു അങ്ങനെ ഒരു എന്താ പറയുക, അതൊരു ഇഷ്ടമാണ് കേട്ടോ, അങ്ങനെ കപ്പയും ചോറും കൂടെ കുഴച്ചിട്ട് അങ്ങനെ തിന്നണത്. അപ്പോൾ ഞാൻ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ചോറ് കുറച്ചും കപ്പ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ മീൻ കറി എടുക്കട്ടെ, എന്നിട്ട് നമ്മളവിടെ പോയിരുന്ന് കഴിക്കുകയാണ്. പിന്നെ രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മളെ ഇല ഉണ്ടല്ലോ, മത്തൻ്റെ ഇല താളിപ്പ്, എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ മത്തൻ്റെ ഇല ഇങ്ങനെ താളിപ്പ് ആയിട്ട് ഉണ്ടാക്കും. പക്ഷേ അതിൻ്റെ കൂടെയൊക്കെയാണ് വല്ല ഉണക്കമീനോ അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതൊക്കെ വേണം, എന്നെങ്കിലും ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കപ്പേൻ്റെ മുകളിലേക്ക് ഞാനൊരു കഷ്ണം മീനും കുറച്ച് അധികം കറിയാണ്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും വലിയ മോളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ കിച്ചുമോളുണ്ട്. അന്ന് നമ്മൾ ഉണ്ടാക്കിയ പാസ്ത ഉണ്ടല്ലോ, ആ പാസ്തേൻ്റെ വേറൊരു വിധം ഐറ്റം ഉണ്ടാക്കി കൊണ്ടുവന്നു. അതായത് സ്പൈസി മസാലയൊക്കെ ഇട്ടുള്ള. അന്ന് നമ്മൾ വൈറ്റ് സോസിലല്ല ഉണ്ടാക്കിയത്. അപ്പം ഇന്ന് കിച്ചുമോൾ മസാലയൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുത്തരുന്നു. അപ്പോൾ ഞാനെനിക്ക് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ബില്ലൊക്കെ ഒന്ന് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്യുമായിരുന്നു. അതിനിടയിലാണ് കിച്ചുമോൾ അത് ഉണ്ടാക്കി കൊണ്ടുവന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ പറയാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂട്ടുകാർ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.